പല ഭാര്യയും ഭർത്താക്കന്മാരും വേറെ പെണ്ണുങ്ങളെയും ആണുങ്ങളെയൊക്കെ തേടി പോകുന്നതിന് കാരണം ഈ കുടുംബത്ത് സ്നേഹവും സമയവും കെയറിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഈ സ്നേഹവും പരിഗണനയും കെയറിങ് എന്നൊക്കെ കൊടുത്തില്ലെങ്കിൽ ഈ രണ്ടുപേരായാലും ഭാര്യയായാലും ഭർത്താവായാലും വേറെ അന്യ ആൾക്കാരെ തേടി പോവും. അത് ആരുടെയും കുറ്റമല്ല. ഭർത്താവ് കഷ്ടപ്പെടുന്നത് ഭാര്യയ്ക്കും മക്കൾക്കും അല്ലേ. അവൾക്ക് നാളെ അവളോട് സംസാരിക്കാം, നാളെ ആവട്ടെ അവർക്ക് ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളത് മാത്രം നാളത്തേക്ക് മാറ്റി വയ്ക്കും. ഇയാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് അയാളുടെ വിചാരം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്, അങ്ങനെ വിചാരിച്ച് ഭാര്യയെ സ്നേഹിക്കാനും സംസാരിക്കാനും പരിഗണിക്കാനും ഒക്കെ സമയം നാളത്തേക്ക് മാറ്റി വെച്ച് അവൾ ഒറ്റപ്പെടുകയാണ്. അങ്ങനെ അവൾ ഒറ്റപ്പെട്ട് അവിടുത്തെ വീട്ടിലെ വെറും ഒരു വേലക്കാരിയായി മാത്രം മാറുന്നതായിട്ട് അവളെ മനസ്സുകൊണ്ട് തോന്നുന്നതാണ്. സത്യത്തിൽ ഇയാൾക്ക് ഈ ഭർത്താവിന് ഭാര്യ മക്കളെന്നൊരു വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഈ ഭാര്യമാർ പലരും മോശക്കാരി ആവാൻ ചാൻസ് ഉള്ളത്. പക്ഷേ ഇത് കൂട്ടുകുടുംബത്തിൽ കുറേ തിരക്കുള്ള കുടുംബത്തിലാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഭാര്യയും ഭർത്താവും മക്കളും മാത്രമുള്ള കുടുംബത്തിൽ അത്രയ്ക്ക് കുഴപ്പം കാണില്ല. ഈ കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്നവർക്ക് ഒട്ടും തന്നെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. രാത്രി കിടക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഭാര്യയുടെ അടുത്തൊന്ന് പോകുന്നതും. അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് ഇങ്ങനെ പ്രശ്നം കൂടുതൽ രൂക്ഷമാണ്. പിന്നെ ചില ഭർത്താക്കന്മാരുണ്ട് കളിയാക്കലിൻ്റെ അങ്ങേയറ്റമായിരിക്കും. ഭാര്യയുടെ നെഗറ്റീവ് സൈഡ് മാത്രം പിടിച്ച് അവർ പോസിറ്റീവ് ഒന്നും പറയാതെ ആൾക്കാർ മുമ്പായിട്ട് കളിയാക്കിയിരിക്കും. ഭാര്യയെ പുറമേ ചിരിച്ചാലും അവളെ മനസ്സുകൊണ്ട് കരയുകയാണ്. അവൾ മനസ്സുകൊണ്ട് അയാളെ വെറുക്കുകയും അകലും ചെയ്യണം. അതുകൊണ്ട് കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ അതൊക്കെ നിങ്ങൾ തമ്മിൽ മാത്രമുള്ള സമയത്താവുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നും ഭാര്യ കൂടെ കാണും, ഭർത്താവും കൂടെ കാണും.